بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളൊക്കെ പല മേഖലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. സ്വന്തം കാര്യത്തിന് ഓടി നടക്കുമ്പോൾ തന്നെ അതിൽ നിന്നൊക്കെ സമയം മിച്ചം വെച്ചുകൊണ്ട് വിവിധ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. പലരും പല മേഖലയിൽ പ്രവർത്തിക്കുന്നു. മതമേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, സാമൂഹ്യ ആതുര സേവന മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാ പ്രവർത്തനവും നല്ല ഉദ്ദേശത്തോടുകൂടെ പ്രവർത്തിക്കുന്നത് തന്നെയാണ്. എങ്കിൽ ഏറ്റവും നല്ല പ്രവർത്തനം മുസ്ലിം ഉമ്മത്തിന് ഗുണം ലഭിക്കുന്ന പ്രവർത്തനമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായ പ്രവർത്തനം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ നമ്മളിൽ പലരും മതമേഖലയിലും മുസ്ലിം ഉമ്മത്തിന്റെ ഗുണത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്നവരാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, മതസംഘടനകളുടെ മേഖലയിൽ നിറഞ്ഞു പ്രവർത്തിക്കുന്നവരുണ്ട്. ഇസ്ലാം മതത്തിൽ തന്നെ അവാന്തര വിഭാഗങ്ങളുടെ ഓരോ മേഖലയിലും അതിൻ്റെതായ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അതൊരു പൊതു പ്ലാറ്റ്ഫോമാണല്ലോ. അതുകൊണ്ട് തന്നെ അവാന്തര വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ആ വിഭാഗതയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഉമ്മത്തിന്റെ പൊതുഗുണത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഭാരതം പോലെയുള്ള ഒരു സെക്യുലർ രാഷ്ട്രത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നീക്കത്തിന് ഒരു രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അത് ഇന്ന് ഏറെക്കുറെ നിർവഹിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിൻ്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഗുണത്തിന് വേണ്ടി അവർ പലതും കാഴ്ചവെക്കാൻ ആ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അത് തുടരണം, നിലനിൽക്കണം, ശക്തിപ്പെടണം എന്ന് തന്നെയാണ് ഓരോ മുസ്ലിമിൻ്റെയും ഉള്ളറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. അതിലൊരു സംശയമില്ല. മുസ്ലിങ്ങളിൽ പലരും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. എന്നാലും അവർ ഈ സംഘടനയെ, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം പരിശുദ്ധമല്ല എന്ന് അവരാരും പറയാറില്ല. അവരവരുടെ സൗകര്യവും മറ്റ് താല്പര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തൽക്കാലം മറ്റ് സംഘടനയിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. ഇത് വേണ്ടാത്തതാണെന്നോ ഇത് ഇവിടുന്ന് നശിച്ചു പോകേണ്ടതാണെന്നോ ആഗ്രഹിക്കുന്ന ഇസ്ലാം ഈമാനുള്ള ഒരു ഹൃദയവും ആ നിലയ്ക്ക് ചിന്തിക്കില്ല എന്നാണ് പൊതുവെയുള്ള മനസ്സിലാക്കാൻ പറ്റിയ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, അതിനടിത്തറ പാകിയ മഹാന്മാർ പരിശുദ്ധവാന്മാരാണ്, മുഖ്ലിസീങ്ങളാണ്. അവർക്ക് ഇത് നിർമ്മിക്കുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു ഭൗതിക താല്പര്യം ഉണ്ടായിരുന്നില്ല, സ്വന്തം താല്പര്യമുണ്ടായിരുന്നില്ല. മുസ്ലിം ഉമ്മത്തിൻ്റെ ഉയർച്ച മാത്രമായിരുന്നു അവരുടെ താല്പര്യം എന്ന് അവരുടെ ജീവിതം, ഈ നേതാക്കളുടെ ജീവിതം മനസ്സിലാക്കിയവരൊക്കെ സമ്മതിക്കുന്ന കാര്യമാണ്. നമുക്കങ്ങനെയുള്ള ചില നേതാക്കളെ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത സേവനങ്ങളും അവരുടെ നിലപാടുകളും അതിൽ നിന്ന് അവർ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടോ ഇല്ലേ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാമല്ലോ. അത് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി തിരിയും. ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ മുസ്ലിം ലീഗിനെ കെട്ടിപ്പടുക്കുന്നതിലും വളർത്തുന്നതിലും നിസ്തുല്യമായ പങ്ക് വഹിച്ച ഒരു മഹാനാണ്. അദ്ദേഹം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്, മുഖ്ലിസായ മനുഷ്യനാണ്.
വലിയ സൂഫി എന്നൊക്കെ പറയാൻ അർഹതപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ന് പറയാവുന്ന ഒരു പ്രവൃത്തി ആരും ആരോപിക്കുന്നില്ല. നീണ്ട കാലം നമ്മുടെ ഇടയിൽ ജീവിച്ച ആ മനുഷ്യൻ തിരക്കുള്ള മനുഷ്യനായിരുന്നു. സ്വന്തം ബിസിനസ് മേഖലയിൽ മോശമല്ലാത്ത ഉയർച്ച കാഴ്ചവെച്ച മനുഷ്യനായിരുന്നു. മലഞ്ചരക്ക് വ്യാപാര മേഖലയിൽ അറിയപ്പെടുന്ന ആളായിരുന്നു ബാഫഖി തങ്ങൾ. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും മുഴുസമയ വിനിയോഗവും അതിനേക്കാൾ ഉപരി സ്വന്തം ജീവിത താല്പര്യത്തെക്കാൾ ഉപരി സമുദായ താല്പര്യത്തിന് വേണ്ടി കാണിക്കുകയും മുസ്ലിം ലീഗിൻ്റെ മേഖലയിൽ നിറഞ്ഞു നിൽക്കുകയും അതിൻ്റെ നേതൃസ്ഥാനത്ത് വരികയും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ താല്പര്യം മാത്രമാണ് അദ്ദേഹത്തെ ഈ നിലയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹിക്കാത്തയും ബഹുമാനിക്കാത്തയും ഒരാളുമില്ല. അത് മുസ്ലിം ഉമ്മത്തിൽ മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ നേതാക്കളും മറ്റെല്ലാ മതവിഭാഗ നേതാക്കളും ഒക്കെ തന്നെ ആദരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അത് മൻ ഖാഫ് അല്ലാഹ ഖാഫഹു കുല്ലു ഷൈഇൻ. അള്ളാഹുവിനെ പേടിച്ചാരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ അവന് മറ്റുള്ളവർ ഭയപ്പെടും എന്ന് പറഞ്ഞതിനെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലുള്ള ഒരു ജീവിതം നമ്മൾ കാണുകയായിരുന്നു. ഒരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സ്നേഹിച്ചാൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനോട് വിളിച്ചു പറയും, ഓ ജിബ്രീൽ, ഞാൻ ഇന്നയാളെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് താങ്കളും അദ്ദേഹത്തെ സ്നേഹിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്തുള്ള മലക്കുകളോട് വിളിച്ചു പറയും, ഓ മലക്കുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നയാളെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തെ സ്നേഹിക്കുക. ആകാശലോകത്തുള്ള മാലാഖമാർ മുഴുവനും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. തുടർന്ന് അതിനിമിത്തം ഭൂമിയിൽ അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിക്കുന്നു എന്നതാണ് ബുഖാരി മുസ്ലിം അടക്കമുള്ള മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ ചുരുക്കം. ഇത് ഇത്തരം ആളുകളിൽ കൂടെ ഈ ഹദീസ് അനർത്ഥമായി നമ്മൾ കാണുകയാണ്. കബൂലിയത്ത്, സ്വീകാര്യത, എല്ലാവരുടെ അടുക്കലും സ്വീകാര്യത, അങ്ങനെയുള്ള ആളുകൾ ചുരുക്കം നമ്മുടെ ഇടയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. വളരെ അപൂർവങ്ങളാണെന്ന് മാത്രം. എന്തുകൊണ്ടാണെന്നറിയില്ല, നമുക്ക് പരിചയം ഉണ്ടായിട്ടൊന്നുമല്ല, എങ്കിലും ആ ആളോട് നമുക്കൊരു ബഹുമാനം, സ്നേഹം, മതിപ്പൊക്കെ ഉണ്ടായിത്തീരുന്നു. അത് എല്ലാ ജാതി ആൾക്കാർക്കും ഉണ്ടായിത്തീരുന്നു. അത് ബാഫഖി തങ്ങൾ അന്വർത്ഥമാക്കി എന്നുള്ളത് ചരിത്രം പരിശോധിക്കുന്ന, ബാഫഖി തങ്ങളെ അറിയുന്ന ആൾക്കാർക്കറിയാം. ചില ഉദാഹരണങ്ങൾ പറയാം. 957 കേരള മന്ത്രിസഭ ആദ്യമായി ഉണ്ടാവുന്നത്, അത് കമ്മ്യൂണിസ്റ്റ് EM നമ്പൂതിരിപ്പാടിയുടെ നേതൃത്വത്തിലാണ് ആ മന്ത്രിസഭ ഉണ്ടാവുന്നത്. ഏതാണ്ട് 2 കൊല്ലം പൂർത്തിയായപ്പോൾ വിമോചന സമരം പൊട്ടിപ്പുറപ്പെടുകയും കേന്ദ്ര സർക്കാർ ആ സർക്കാരിനെ പിരിച്ചുവിടുകയും ചെയ്തു. ഇത് കമ്മ്യൂണിസ്റ്റ് തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണകൂടമായിരുന്നു. അതുകൊണ്ട് തന്നെ തുടർന്ന് കോൺഗ്രസിന് ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ടായിരിക്കണം കോൺഗ്രസ് മുസ്ലിം ലീഗിനെയും അതുപോലെ PSP എന്ന് പറയുന്ന അന്നത്തെ ഒരു പാർട്ടിയാണത്, ആ പാർട്ടിയെയും കൂട്ടി കോലീപി എന്ന് പറയുന്ന പേരിൽ, കോൺഗ്രസ് ലീഗ് PSP കോലീപി, ഈ പേരിൽ ഒരു മുന്നണി ഉണ്ടാക്കുകയും തുടർന്ന് തെരഞ്ഞെടുപ്പ് നേരിടുകയും ആ തെരഞ്ഞെടുപ്പിൽ കോലീപി വിജയിക്കുകയും ഭരണകൂടം തട്ടിപ്പടുക്കുകയും ചെയ്തു. പക്ഷെ കോൺഗ്രസ് ലീഗിനെ വഞ്ചിച്ചു. മന്ത്രിസഭയിൽ സ്ഥാനം കൊടുത്തില്ല, പകരം ഒരു സ്പീക്കർ സ്ഥാനം നൽകി അവരെ ഒരു അരുക്കാക്കുകയാണ് ചെയ്തത്. കുറച്ചു കാലം സീതി സാഹിബ് സ്പീക്കറായിരുന്നെങ്കിലും അദ്ദേഹം അത് വലിച്ചെറിഞ്ഞ്, മുസ്ലിം ലീഗിന്റെ നിർദ്ദേശപ്രകാരം വലിച്ചെറിഞ്ഞ് അവർ ജനങ്ങളെ നേരിടാൻ പുറത്തേക്കിറങ്ങി. അങ്ങനെയാണ് 67 ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ഒരു സപ്തമുന്നണി ഉണ്ടാക്കി, 7 കക്ഷികളുടെ മുന്നണി. അതിൽ പ്രധാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, ഇടതും വലുതും. അതുപോലെ ചെറിയ കുറേ പാർട്ടികൾ. ആ പാർട്ടികളൊക്കെ ചേർന്നുകൊണ്ട് കോൺഗ്രസിനോട് ഒരു പകരം വീട്ടൽ
അതും കൂടെ അതിൽ ലക്ഷ്യമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വഞ്ചിച്ച കോൺഗ്രസിന് പാഠം പഠിപ്പിക്കലായിരുന്നു ലക്ഷ്യം. ആ നിലയ്ക്ക് ഒരു മന്ത്രിസഭ തെരഞ്ഞെടുപ്പ് കൂട്ടുമുന്നണി ഉണ്ടാക്കുകയും തെരഞ്ഞെടുപ്പ് നേരിടുകയും വിജയം വരിക്കുകയും നല്ല മഹാഭൂരിപക്ഷത്തോടുകൂടെ. അന്ന് കോൺഗ്രസിന് പ്രതിപക്ഷത്ത് 9 സീറ്റിൽ ഒതുക്കിയിരുത്താൻ ആ തെരഞ്ഞെടുപ്പിന് സാധിച്ചു. കരുണാകരൻ ലീഡറാവുന്ന അതോടുകൂടിയാണ്, 9 ആളുടെ ലീഡർ. അങ്ങനെ ആ ഭരണവും ഏതാണ്ട് 2 ചില്ലാനും കൊല്ലം മുന്നോട്ട് പോയി. ആ ഭരണകൂടത്തിൽ ഈ ലീഗിന് 2 മന്ത്രിമാരുണ്ടായിരുന്നു. CH മുഹമ്മദ് കോയ സാഹിബ്, മഞ്ചേരിയിലെ അഹമ്മദ് ഉരിക്കൾ. ആ നിലയ്ക്ക് ആ ഭരണകൂടമൊക്കെ നിയന്ത്രിക്കുന്ന മുൻപന്തിയിൽ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ തന്നെ ഉണ്ടായിരുന്നത്. അക്കാലത്താണ് EMS അടക്കമുള്ളവർ ബാഫഖി തങ്ങളുടെ പാണ്ഡികശാലയിൽ ചെന്നുകൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും പങ്കിടുകയും ചെയ്യുന്നൊരവസ്ഥ. തങ്ങൾ എന്താണ് തങ്ങൾക്ക് ഇത്ര ബഹുമതി? അത് ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹുവിൻ്റെ സ്വീകാര്യത തന്നെയാണ്. എല്ലാവരാലും ആദരിക്കുകയും തങ്ങളുടെ അഭിപ്രായങ്ങൾ കേരള ഭരണകൂടത്തിന് അതിൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കാൻ ചെയ്യുന്നൊരു കാലഘട്ടം. പക്ഷേ ഈ മന്ത്രിസഭയിലാണ് പല ഇസ്ലാമിന് വകവെക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായത്. അതിൽ പ്രധാനമായതൊന്ന് മദ്യ നിരോധനം എടുത്തു കളഞ്ഞത് തന്നെയാണ്. മലപ്പുറം ജില്ല ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ്. പലരും പറയും മലപ്പുറം ജില്ലയ്ക്ക് പകരം കള്ള് പാസ്സാക്കാൻ കൂട്ടുനിന്നു എന്ന് പറയും. CH വിദ്യാഭ്യാസ മന്ത്രിയായ കാലത്താണ് അറബി പഠനത്തിന് സ്കൂളുകളിലൊക്കെ പ്രാധാന്യമുണ്ടാവുകയും പല അറബി മുൻഷിമാരെയും സ്കൂളിൽ നിയമിക്കാൻ അവസരമുണ്ടാവുകയൊക്കെ ചെയ്തത്. അങ്ങനെ കുറേ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും മുസ്ലിം ഉമ്മത്തിന് ഈ ഭരണം തുടർന്നു പോകുന്നത് ഗുണകരമല്ല എന്ന് ബാഫഖി തങ്ങൾക്ക് തോന്നിയത് കൊണ്ട് ബാഫഖി തങ്ങൾ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ആ മന്ത്രിസഭയെ അട്ടിമറിച്ചു. പകരം പിന്നീട് ആ മുന്നണിയിലെ ഒരു കക്ഷിയായിരുന്ന വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI അതിനെയും കൂട്ടുപിടിച്ച്, അതുപോലെ കോൺഗ്രസിനെയും കൂട്ടുപിടിച്ച് മറ്റുള്ളവരെ കൂടാവുന്നവരൊക്കെ കൂട്ടിക്കൊണ്ട് ഒരു മുന്നണി തങ്ങൾ തന്നെ തങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു. അച്യുത മേനോൻ എന്ന് പറയുന്ന MP ആയിരുന്ന അദ്ദേഹത്തെ CPIൻ്റെ നേതാവ് പാർലമെന്റിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന് ഇവിടെ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ മുഖ്യമന്ത്രിയായി തങ്ങൾ തന്നെ ആസൂത്രണം ചെയ്ത പ്രകാരം നടന്നു. നല്ല ഒരു മന്ത്രിസഭ രൂപപ്പെട്ടു. തങ്ങളെ ഭരണകൂടമാണത്. ആ ഭരണകൂടം ഏറ്റവും സുന്ദരമായ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സുന്ദരമായ ഭരണകൂടമായിരുന്നു. പലതും മുസ്ലിങ്ങൾക്ക് ഗുണകരമായ കാഴ്ചവെക്കാൻ ആ മന്ത്രിസഭക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കെന്നല്ല, ന്യൂനപക്ഷങ്ങൾക്കും ജനങ്ങൾക്കൊക്കെ തന്നെ. കാരണം കഴിഞ്ഞ കാല ഭരണകൂടത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളിൽ നിന്ന് മോചനമുണ്ടാക്കാൻ ഈ മന്ത്രിസഭയ്ക്ക് സാധിച്ചു. അതിൻ്റെയൊക്കെ നേതൃനിരയിൽ തങ്ങൾ തന്നെയായിരുന്നു. തങ്ങൾ നിയന്ത്രിക്കുകയും തങ്ങൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ. ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് അദ്ദേഹമാണ് എന്ന് പറയാറുണ്ട്. അതേക്കുറിച്ച് ശരി തന്നെയാണ്. ആ നിലക്കൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വമാണ്. എന്നാൽ അന്ന് ഒരു ഉദാഹരണം പറയാം. പട്ടിക്കാട് ജാമിയ നൂരിയയുടെ പ്രസിഡന്റായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ. അതും തങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു അധ്യായമാണ്. കേരളത്തിലെ ഉലമാക്കൾക്ക് ബിരുദം കൊടുക്കുന്ന ഒരു സ്ഥാപനം കേരളത്തിലുണ്ടായിരുന്നില്ല. പകരം അതിനെ ആശ്രയിച്ചിരുന്നത് UP-യിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ബാക്കിയാത്തിലോ ഒക്കെ പോയിട്ടായിരുന്നു ബിരുദം നേടിയിരുന്നത്. ഇത് നമുക്ക് എന്തുകൊണ്ട് പരിഹരിച്ചുകൂടാ? ലോകത്ത് തന്നെ ഇസ്ലാമിക വിജ്ഞാനവും തഖ്വയും ഇബാദത്തും ഒക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് കേരളമാണ് എന്നാണ് അറിയപ്പെടുന്നത്.
അറബി ലോകത്ത് പോലും ഫിഖിന് ആധാരമായ ഗ്രന്ഥം രചിച്ച പൊന്നാനിയിലെ മഖ്ദൂം കുടുംബമടക്കമുള്ളവർ നിലകൊള്ളുന്ന ഈ കേരളത്തിൽ അങ്ങനെ ഒരു ബിരുദം കൊടുക്കുന്ന സ്ഥാപനം ഇല്ലാത്തതിൻ്റെ പേരിൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഒരപമാനമായി തോന്നിയ ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെയാണ് ജാമിയ നൂരിയ ഉണ്ടാക്കുന്നത്. ജാമിയ നൂരിയ തങ്ങളുടെ ഒരു സന്തതിയാണ്, ഒരു സംഭാവനയാണ്. ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി നൽകിയ ആ സ്വത്തും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ഒട്ടിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമൊക്കെയാണ് ജാമിയക്ക് രൂപം നൽകിയത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, ഇതിൻ്റെ ശില്പിയും ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെയാണ്. അത് പറയുന്നൊരു തെറ്റുമില്ല. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഭൗതിക കലാലയങ്ങളായ സ്കൂളുകളിലായിരുന്നു നമ്മുടെ മതപഠനം നടന്നിരുന്നത്. രാവിലെ 10 മണി വരെ മതപഠനവും 10 മണിക്ക് ശേഷം സ്കൂളും, ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എന്നാൽ രാജ്യം സ്വതന്ത്രമായപ്പോൾ സെക്കുലർ രാജ്യം, അതായത് മതേതര രാജ്യം, ഒരു മതത്തിന് പ്രത്യേകമായിട്ട് സർക്കാർ ഒരു മതമെന്ന നിലക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ സർക്കാർ കലാലയങ്ങളിൽ നിന്നും മതപഠനം പുറത്തേക്ക് പോവേണ്ടി വന്നു. ഈ അവസരത്തിൽ ഇതിനൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളാണ് ഈ നിർദ്ദേശം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുമ്പിൽ വെച്ചത്. നമുക്ക് സ്വന്തമായി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി മദ്രസ നടത്താം, അതിനൊരു ബോർഡ് രൂപീകരിക്കണം. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അങ്ങനെയാണ് പിറവിയെടുക്കുന്നത്. എല്ലാ മഹല്ലത്തുകളിലും വളരെ തലയുയർത്തി നിൽക്കുന്ന മദ്രസ കെട്ടിടങ്ങളൊക്കെ അതിൻ്റെ കാര്യമായിട്ടാണ്, അതിൻ്റെ ആ ചിന്തയുടെ ആ തങ്ങളുടെ ഊർജം, അതാണ് അതിൻ്റെ പിന്നിലെ പ്രേരക ശക്തി. ഇന്ന് എത്ര സുന്ദരമായി നടക്കുന്ന 10,000-ഓളം മദ്രസകൾ വളരെ ശാസ്ത്രീയമായ രൂപത്തിൽ സർക്കാർ സംവിധാനത്തെയൊക്കെ വെല്ലുന്ന രൂപത്തിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നതിൻ്റെ പിന്നിലെ ശില്പി ബഹുമാനപ്പെട്ട തങ്ങളാണ്. അങ്ങനെ മതരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഒരുപാട് സേവനങ്ങൾ അർപ്പിക്കാൻ തങ്ങളുടെ സേവനത്തിന് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്ര മദ്ഹുകൾ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെ പഠിക്കണം. ബഹുമാനപ്പെട്ട തങ്ങൾ ഈ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഖജാൻജി കൂടിയായിരുന്നു. കൂടാതെ സമസ്തയോട് ഒട്ടിപ്പിടിച്ചുകൊണ്ടുള്ള തങ്ങളുടെ പ്രവർത്തനം എല്ലാവർക്കും അറിയാവുന്നതാണ്. സമസ്ത ബഹുമാനപ്പെട്ട തങ്ങളുടെ മതം അതായിരുന്നു, അഖീദ അതായിരുന്നു. തങ്ങൾ പണ്ഡിതനല്ലെങ്കിലും, പണ്ഡിത ഗണത്തിൽപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും, തങ്ങൾ പണ്ഡിതന്മാർ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് സമസ്തയിലെ പണ്ഡിതന്മാരെയാണ്. ബഹുമാനപ്പെട്ട പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പറവണ്ണ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, മലയമ്മ ബീരാൻകുട്ടി മുസ്ലിയാർ, അയിനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ, ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഊറ്റനാട് കെ.വി. മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവരൊക്കെയായിരുന്നു തങ്ങളുടെ സ്ഥിരം കൂട്ടുകാർ. ആ നിലക്കൊക്കെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ യോഗങ്ങളിലൊക്കെ പ്രത്യേക ക്ഷണിതാവായി തങ്ങൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ തങ്ങൾ സമസ്തയുടെ ആദർശ പ്രചരണ മേഖലയിലും മുൻപന്തിയിൽ തന്നെ പ്രവർത്തിക്കാൻ തങ്ങൾ തയ്യാറായിരുന്നു എന്നത് ഈ നിറഞ്ഞ ജീവിതത്തിനിടയിലും തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് നേരത്തെ, IMSന്റെ കൂടെ വണ്ടിയിൽ പോവുകയാണെങ്കിലും
കരുണാകരൻ്റെ കൂടെ പോവുകയാണെങ്കിലും ബാങ്ക് കൊടുത്താൽ സൈഡാക്കി. അവിടെ ഒന്നും ഒരു കൂസലുമില്ല. എൻ്റെ പ്രാർത്ഥനയ്ക്ക് പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഈ നേതാക്കളൊക്കെ അതുവരെ അങ്ങനെ കാത്തിരിക്കണം. ആ നിലക്ക് തങ്ങളുടേതായിരിക്കുന്ന വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നതിൽ മറ്റുള്ളവരുടെ വിചാരം എന്താകുമെന്ന് പോലും ആലോചിക്കാതെ തങ്ങളുടേതായിരിക്കുന്ന റൂട്ടിൽ തന്നെ പോവുകയാണ് ചെയ്തത്. ഇത് പലതും കാണാം. ഇപ്പം പട്ടിക്കാട് ജാമിയ നൂരിയയുടെ യോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പം ബാങ്ക് കൊടുക്കും. തങ്ങൾ ബാങ്ക് കൊടുത്താൽ അപ്പം ഇറങ്ങി, പിന്നെ ഒരു മിനിറ്റ് അവിടെ നിൽക്കില്ല. അതോടുകൂടെ എല്ലാ മെമ്പർമാരും ഇറങ്ങി. ഇതാണ് തങ്ങളുടെ പതിവ്. വലിയ സമ്മേളനങ്ങൾ നടക്കുകയാണെങ്കിലും തങ്ങളുടെ സ്ഥിതി തന്നെയാണ്. അതിൽ നിന്നിറങ്ങിപ്പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തങ്ങൾ ആ യോഗത്തിൽ തുടരുക. ഈ തങ്ങൾ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടതാണ് പരസ്യമായി പൊതു സ്റ്റേജിൽ നിന്ന്. ഈ സംഘടനയിൽ താരിഖു സലാത്ത് വേണ്ട. എന്താ പറഞ്ഞത്? ഈ സംഘടനയിൽ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആൾ വേണ്ട. ഏത്? മുസ്ലിം ലീഗിൽ. എന്താണ് ആ വാക്ക്? ശരിയായ മുസ്ലിം ആയതിനു ശേഷം ഈ സംഘടനയിൽ വന്നാൽ മതി എന്നാണ്. നാമധാരികളായ മുസ്ലിങ്ങളെ നമുക്ക് ആവശ്യമില്ല. ഇസ്ലാം വേണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒന്നാമത്തത് മുസ്ലിമാണ്, രണ്ടാമതാണ് ലീഗ് എന്ന പദം. അതുകൊണ്ട് തന്നെ ആദ്യം മുസ്ലിം ആവണം, പിന്നെ ലീഗാവണം. കള്ളുകുടിയന്മാർ ഈ സമുദായത്തിൽ ഈ സംഘടനയിൽ വേണ്ട. നിസ്കാരം നടക്കുമ്പോൾ ജാഥ നടത്തുന്ന പാർട്ടിയല്ല ഈ പാർട്ടി. പല പാർട്ടികളും അങ്ങനെയാണല്ലോ. മഗ്‌രിബ് നിസ്കാരത്തിന് നേരത്തെ ജാഥ ഉണ്ടാവുക. തങ്ങളെ നിരോധിച്ചിരുന്നു, പാടില്ല എന്ന് പരസ്യമായി പറഞ്ഞിരുന്നു. അങ്ങനെ ദീനിൽ ഊന്നിയ ഇസ്ലാമിക സംസ്കാരത്തിന് മുൻഗണന കൊടുക്കുന്ന, അതിൻ്റെ ആദർശങ്ങളും ആശയങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന പ്രസംഗവും ഉപദേശവുമായിരുന്നു ഈ നേതാവിനുണ്ടായിരുന്നത്. ആ നിലക്കാണ് ആ പാർട്ടിയെ കെട്ടിപ്പടുത്തതും. ആ ഒരു നിലപാടാണ് മുസ്ലിങ്ങളെ കൂടുതൽ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കാരണമായതും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ നിലപാട് തുടരണം എന്ന് തന്നെയാണ് എല്ലാ മുസ്ലിങ്ങളുടെയും ആഗ്രഹവും. അത് തന്നെയാണ്. മറ്റൊരു ഉദാഹരണം പറയാം. 69-70 കാലഘട്ടത്തിൽ MES എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ പൊതുവിദ്യാഭ്യാസം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണത്. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി തന്നെയാണത്. ME എന്ന് പറഞ്ഞാൽ അതാണ്, എഡ്യൂക്കേഷനല്ല. അതിനേറ്റവും മുൻപന്തിയിൽ പിന്തുണ കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കാരണം മുസ്ലിം ഉമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ. പ്രത്യേകിച്ച് CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയ കാലത്ത് ഈ ചിന്തക്ക് വളരെയധികം പിന്തുണ കൊടുക്കാൻ അദ്ദേഹമൊക്കെ തയ്യാറായി. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് MES വളർന്നതും ഉയർന്നതും. പല സ്ഥലങ്ങളിലും ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചു കൊടുത്തുകൊണ്ട്, എഞ്ചിനീയറിംഗ് കോളേജും അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് MESനെ ഉയർത്തിക്കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് പാടുപെട്ടിട്ടുണ്ട്. എന്നാൽ 69-70 കാലഘട്ടത്തിൽ ഈ MESന് അതിൻ്റെ പോക്കിൽ ഒരു വൈകല്യം കാണാൻ തുടങ്ങി. ഒരു പരിഷ്കരിച്ച രൂപം, ഈ ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങളൊക്കെ പഴഞ്ചനായി കാണുന്ന ഒരു സ്വഭാവം അതിൻ്റെ ചില നേതാക്കളിലൊക്കെ കാണാൻ തുടങ്ങി. സമസ്ത കേരള ജംഇയ്യത്തുലമ ഇതൊക്കെ കണ്ട് ഏറെക്കുറെ അതിനോടൊക്കെ ഒരു വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലത്താണ് MESൻ്റെ ജേർണൽ, അതിൻ്റെ ഒരു പ്രസിദ്ധീകരണമാണത്. അതിലൊരു നോവൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു തുടർ നോവലാണ്. കുറേ ലക്കങ്ങളിലായിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചത്. മൊയ്തു പടിയത്ത് എന്ന് പറയുന്ന സാഹിത്യകാരനാണ് നോവൽ എഴുതിയത്.
നൂൽപ്പാലം എന്നാണ് നോവലിൻ്റെ പേര്. അതിലെ പ്രമേയം മുസ്ലിങ്ങളിൽ നിലനിൽക്കുന്ന അനന്തരാവകാശ നിയമത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടല. അത് നോവലിലൂടെ വളരെ തന്ത്രമായിട്ട് ചൂണ്ടിക്കാട്ടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഒരു മരിച്ച മയ്യത്തിന് സ്വന്തം മക്കളിരിക്കെ പേരമക്കൾക്ക് അവകാശമില്ല എന്നതിന് ചോദ്യം ചെയ്യുന്നതാണ്. അതിനെ വളരെ പരിഹസിച്ചുകൊണ്ടും നിന്ദ്യമാക്കിക്കൊണ്ടും അവതരിപ്പിച്ച ആ നോവൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇസ്ലാമിൻ്റെ പേരിൽ സംഘടിച്ച് പ്രവർത്തിക്കുകയും എല്ലാ മുസ്ലിം വിഭാഗങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് അതിനോട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തു വരുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രസിദ്ധീകരണത്തിൽ ഇസ്ലാമിക ശരീഅത്തിനെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള ഒരു ലേഖനമോ നോവലോ വരാൻ പാടില്ല എന്ന് സമസ്തയ്ക്ക് തോന്നി. സമസ്ത അത് ഉറക്കെ പറഞ്ഞു, പല സ്റ്റേജുകളിലൊക്കെ പറഞ്ഞു. അവസാനം ഒരു പ്രമേയം പാസാക്കി. MESന്റെ പോക്ക് ശ്രദ്ധിക്കണം, അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന ഒരു അഭ്യർത്ഥന, ഒരു ഉണർത്തൽ സമുദായത്തിന് നൽകി. അതുമായിട്ട് ആരും സഹകരിക്കരുത്, അകന്നു നിൽക്കണം എന്ന പ്രസ്താവന നൽകി. എന്നാൽ MESന്റെ സ്ഥാപകനും പ്രസിഡന്റുമായ ഡോക്ടർ അബ്ദുൽ ഗഫൂർ, അദ്ദേഹത്തെ പോലെയുള്ള ഉന്നതരായ ആൾക്കാർ, വിദ്യാഭ്യാസ മേഖലയിൽ വേർന്നു നിൽക്കുന്ന ആളുകൾ, അവരോട് ഈ കാര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, അവരൊക്കെ ഭൗതികതയിൽ ലയിച്ചു കിടക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഇസ്ലാമിൻ്റെ ഭയമ അത്ര ദഹിക്കാത്തവരായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബിനെ പോലെയുള്ള മുസ്ലിം ലീഗിലെ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ തന്നെയും അവരുടെ നിലപാട് എന്തായിരുന്നു? ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ പാസാക്കിയ പ്രമേയം, അതിൻ്റെ കാർബൺ കോപ്പി എന്ന് പറയാം, ഫോട്ടോ കോപ്പി എന്നില്ല, അതേ പകർപ്പെടുത്തുകൊണ്ട് പോയി മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തു. ആർക്കും ഒരു എതിർപ്പുണ്ടായിരുന്നില്ല. എന്താണ് അതിൻ്റെ അവസ്ഥ? അക്കാലത്തെ അവസ്ഥ എന്താ? സമസ്തയുടെ പ്രമേയം അപ്പടി കേരളത്തിൽ വേരുപിടിച്ച് വളർന്നു വരുന്ന പല ഉയർന്ന സ്ഥാപനങ്ങൾ നടക്കുന്ന വിദ്യാഭ്യാസ വിശേഷണരൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സംഘടനയ്ക്കെതിരെ ഇന്ന് പഞ്ചന്മാർ എന്ന് വിശേഷിപ്പെടാവുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ പഴയ ചിന്താഗതി വെച്ചുകൊണ്ടിട്ട് ഈ പുരോഗമന ചിന്താഗതിയെ കുത്തുന്ന പ്രമേയം, അതെന്തിനും മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്നു? CH മുഹമ്മദ് കോയ പോലെയുള്ള ആളുകളെങ്കിലും അതിനൊരു എതിർപ്പ് പറയണ്ടേ? ഇല്ല, ഒരു എതിർപ്പും ആർക്കും ഇല്ലെന്ന് മാത്രമല്ല, സമസ്തയേക്കാൾ ഒരു പടി മുന്നിലായിക്കൊണ്ടാണ് അവരൊക്കെ തന്നെ അതിനെ അംഗീകരിച്ചത്. ശരീഅത്തിനെ തള്ളിപ്പറയുന്ന കൂട്ടർ, അവർക്കെന്ത് ഉന്നതിയാണുള്ളത്, അവരുടെ സ്ഥാനമാനങ്ങൾക്ക് എന്ത് വിലയാണുള്ളത് എന്ന നിലപാടായിരുന്നു മുസ്ലിം ലീഗിനുണ്ടായിരുന്നത്. ആ നിലക്ക് ഐക്യകണ്ഠേന മുസ്ലിം ലീഗ് MESനെതിരെ പ്രമേയം പാസാക്കി. അതോടുകൂടെ ഇസ്ലാമിൻ്റെ ശത്രുക്കളും മുസ്ലിം ലീഗിൻ്റെ ശത്രുക്കളും എല്ലാം സടകുടഞ്ഞ് എഴുന്നേറ്റ് MESന് പിന്തുണയായിട്ട് വന്നു. പ്രകടനങ്ങളും സമ്മേളനങ്ങളും ആദരവുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പലതും നടന്നു. എന്നാൽ മുസ്ലിം ലീഗ് ഉറച്ചു നിന്നു, സമസ്തയുടെ കൂടെ ഉറച്ചു നിന്നു, അതിനുവേണ്ടി പൊരുതി. അവസാനം ഡോക്ടർ ഗഫൂർ സാഹിബ് മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായിരുന്ന ഗഫൂർ സാഹിബിന് ആ സ്ഥാനം ത്യജിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരുപാട് നൂലാമാലകളൊക്കെ ഉണ്ടാക്കാൻ ഈ പ്രമേയത്തിന് സാധിച്ചു. ഒരുപാട് തിക്തമായ അനുഭവങ്ങളൊക്കെ അതിൻ്റെ പേരിലുണ്ടായിട്ടുണ്ട്. സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട്, അടിപിടികളുണ്ടായിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗും സമസ്തയുമായുള്ള ബന്ധമാണ്. മുസ്ലിം ലീഗും സമസ്തയും ഒന്നായിരുന്നു.
ഒന്നായിരുന്നു തന്നെ ഒരേ രേഖയിൽ ഒരേ രീതിയിൽ ചിന്തിച്ചവരാ, ഒരേ റൂട്ടിൽ സഞ്ചരിച്ചവരാ. രണ്ടിനും ഇസ്ലാമാണ് വലുത്, ഇസ്ലാമിൻ്റെ തത്വങ്ങളാണ് വലുത് എന്ന നിലയ്ക്ക് ചിന്തിക്കുകയും കൈകോർത്ത് പോവുകയും ചെയ്തിരുന്നു എന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമസ്ത എന്ത് പറയുന്നോ അതുതന്നെയാണ് ഇസ്ലാം എന്ന് അംഗീകരിച്ചു പോരുന്ന മുസ്ലിം ലീഗ്. ഈ മുസ്ലിം ലീഗും സമസ്തയും എങ്ങനെയാണ് അകലുക? രണ്ടാവലെങ്ങനെയാണ്? ഒരിക്കലും ആവാൻ പാടില്ല. ഈ ബന്ധം നിലനിൽക്കണം, തുടരണം. ഇത് തന്നെയാണ് സമസ്തക്കാരാഗ്രഹിക്കുന്നത്, ശരിയായ മുസ്ലിം ലീഗുകാരും ആഗ്രഹിക്കുന്ന ഈ നിലയ്ക്ക് തന്നെയാണ്. ബാഫക്കി തങ്ങൾ മാത്രമല്ല, ബഹുമാനപ്പെട്ട PMSA പൂക്കോയ തങ്ങളാണ് പിന്നീട് ബാഫക്കി തങ്ങൾക്ക് ശേഷം ഈ സ്ഥാനത്ത് മുസ്ലിം ലീഗിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വന്നത്. മുസ്ലിം ലീഗിൻ്റെ നേതൃസ്ഥാനം എന്ന് മാത്രമല്ല, മറ്റ് ദീനീ മേഖലയിലും താഫ്ക്കി തങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന എല്ലാ മേഖലയും പിന്നീട് PMSA പൂക്കോയ തങ്ങൾക്കാണ് വന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ബാഫക്കി തങ്ങളോട് കൂടെ ബാഫക്കി തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ കൂടെ കൊണ്ട് നടന്നുകൊണ്ട് ഈ മേഖലയിലൊക്കെ പരിചയപ്പെടുത്തപ്പെട്ട ആളായിരുന്നു PMSA പൂക്കോയ തങ്ങൾ. മറ്റൊരു നിലക്ക് പറഞ്ഞാൽ, തങ്ങളെക്കാൾ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ആത്മീയ മേഖലയിൽ സ്വീകാര്യത ലഭിച്ച ആളായിരുന്നു പൂക്കോയ തങ്ങൾ. ബാഫക്കി തങ്ങൾക്ക് പിന്നെ അത്തരം പണികളൊന്നുമില്ല, നൂല് മന്ത്രം തുടങ്ങിയ പണികളൊന്നുമില്ല. ജനങ്ങളുടെ വിഷമങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന ഒരു കേന്ദ്രം എന്നറിയപ്പെടുന്നതാണ് പാണക്കാട്. അതുകൊണ്ട് തന്നെ ആത്മീയ മേഖലയിൽ ബാഫക്കി തങ്ങളെക്കാൾ ജനഹൃദയങ്ങളിൽ വേരുപിടിച്ച ആളായിരുന്നു പൂക്കോയ തങ്ങൾ. പൂക്കോയ തങ്ങളും സമസ്തക്കാരനായിരുന്നു, സമസ്ത മതമായി അംഗീകരിച്ച ആളാണ്. അക്കാര്യം സംശയമില്ല. ജാമിയ നൂരിയയുടെ ശില്പികളിൽ ഒരാളായിരുന്നു. ബാഫക്കി തങ്ങൾ പ്രസിഡൻ്റായപ്പം സെക്രട്ടറി ആയിരുന്നു, ബാഫക്കി തങ്ങൾ വഫാത്തായപ്പം പ്രസിഡൻ്റായ ആളാണ്. ഈ നിലക്കൊക്കെ തങ്ങളിരുന്ന സ്ഥാനങ്ങളൊക്കെ പിന്നീട് കൈകാര്യം ചെയ്ത ആളാണ്. സർവസമ്മതന്മാരാണ്. ഇതും ആർക്കും ആരുടെ മനസ്സിലും അവരെ സംബന്ധിച്ചൊന്നും ഒരു തെറ്റായ അഭിപ്രായം ആർക്കുമില്ല. വിവിധ രാഷ്ട്രീയക്കാർക്കില്ല, വിവിധ അവാന്തര വിഭാഗങ്ങൾക്കില്ല, വിവിധ മതക്കാർക്കില്ല, ആർക്കുമില്ല. അവരാണ് പിന്നീട് മുസ്ലിം ലീഗിനെ നയിച്ചത്. അതും ഈ ദിശയിൽ തന്നെയാണ്. ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ സുന്നീവന സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ സാമൂഹിക മേഖലകളിലൊക്കെ സമസ്തയോട് ഒട്ടി നിന്ന് പ്രവർത്തിച്ച തങ്ങളാണ്. പിന്നീട് വന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സമസ്തക്കാരനായിരുന്നു, സമസ്തയെ സ്നേഹിച്ച ആളാണ്. ഒരു പക്ഷേ ജനകീയമായി കൂടുതൽ ബന്ധപ്പെടാനും എല്ലാ മേഖലയുമായി അടുക്കാനും കഴിഞ്ഞത് ശിഹാബ് തങ്ങൾക്കാണ്. എന്നിട്ടും ശിഹാബ് തങ്ങളുടെ നിലപാടുകളിൽ സമസ്തക്ക് ഒരു അരുചിയുണ്ടാക്കുന്ന, രുചികരമല്ലാത്ത എന്തെങ്കിലും ഒന്ന് ശിഹാബ് തങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല. ശിഹാബ് തങ്ങൾ സമസ്തയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലൊന്നും ഇരുന്നിട്ടില്ലെങ്കിലും സമസ്തയുടെ കാര്യങ്ങളൊക്കെ, പ്രധാനമായ സംഗതികളൊക്കെ തങ്ങളുമായി പങ്കുവച്ചിട്ടല്ലാതെ സമസ്ത നടപ്പാക്കിയിട്ടില്ല. മുസ്ലിം ലീഗിലെ കാര്യവും ബഹുമാനപ്പെട്ട തങ്ങൾ സമസ്തയോട് മുശാവറ ചെയ്തിട്ടല്ലാതെ മുസ്ലിം ലീഗിനും തീരുമാനമുണ്ടാക്കിയിട്ടില്ല. ഈ ബന്ധം ഇങ്ങനെ തുടർന്നു പോന്നു. ഇന്ന് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹവും സമസ്തയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരും സമസ്ത മതമായി അംഗീകരിക്കുന്ന ആളാണ്. കാര്യത്തിൽ ആർക്കും സംശയമല്ല, അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. അദ്ദേഹം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹം ഒരു പണ്ഡിതൻ കൂടിയാണ്. ജാമിയ നൂരിയയുടെ ബിരുദം വാങ്ങിയ, ഫൈസി ബിരുദം വാങ്ങിയ ഒരു പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഔദ്യോഗികമായിട്ട് സമസ്ത ജംഇയ്യത്തുൽ ഉലമയിൽ അംഗമായി, അതിൻ്റെ വൈസ് പ്രസിഡൻ്റായി തുടരുന്നുണ്ട്. അതിൻ്റെ കീഴ്ഘടകമായ സുന്നി യുവന സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. മറ്റൊരു കീഴ്ഘടകമായ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാണ്. ഒരുപാട് മഹല്ലുകളിലെ കാളിയാണ്. ഒരുപാട് സ്ഥാപനങ്ങളുടെ അധ്യക്ഷനാണ്. ഇങ്ങനെ ദീനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. അവരാണ് ഈ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്.
അവർക്കും സമസ്ത വിട്ട് കളിയില്ല. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം എന്ന് തുടങ്ങിയോ ആ തുടങ്ങിയത് മുതൽ ഇന്ന് വരെയും ആ ബന്ധത്തിലൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെ തുടർന്നു വരുന്നു എന്നുള്ളതാണ്. പിന്നെ ചിലരൊക്കെ ഇവിടെ മുസ്ലിം ലീഗിനും സമസ്തയിലും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ആർക്കാ പ്രശ്നം ഉണ്ടാക്കാൻ? ആരാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ മുസ്ലിം ലീഗും സമസ്തയും അതിൻ്റെ ചരിത്രം അറിയുന്നവർക്ക് അങ്ങനെ ഒന്ന് പറയാൻ കഴിയും? ഇല്ലല്ലോ. മുസ്ലിം ലീഗും സമസ്തയും ഒന്ന് തന്നെയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ മഹാനവറുകൾ പറഞ്ഞ എന്താ? മുസ്ലിം ലീഗിൻ്റെ ഓഫീസുകളൊക്കെ സുന്നി ഓഫീസാവണമെന്ന. അതിൻ്റെ അർത്ഥം എന്താ? അർത്ഥം വെച്ചിട്ടുണ്ട്. അതൊന്നു തന്നെ വേണ്ട, രണ്ടൊന്നല്ല, രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ആ നിലക്ക് പോകണം. ആ നിലക്ക് പോയിട്ടില്ലെങ്കിൽ മഹല്ലത്തുകൾ, അതുപോലെ നമ്മുടെ ഈ ലീഗും സമസ്തയും തമ്മിൽ ഭിന്നിച്ചാൽ മഹല്ല് കുഴപ്പാകും. നമ്മുടെ മദ്രസ സ്ഥാപനങ്ങളൊക്കെ പൊട്ടിപ്പിളരും. ഇവിടെ കാന്തപുര എ.പി. അബൂക്കർ മുസ്ലിയാർ മുസ്ലിം ലീഗിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. സമസ്ത അവരെ പിടിച്ച് പുറത്താക്കിയില്ലേ? എന്ത് പുറത്താക്കിയത്? അക്കളി തന്നെ കാര്യമായിട്ട്. സമസ്തയുടെ പ്ലാറ്റ്ഫോമുകൾ മുസ്ലിം ലീഗിനെതിരെ ഉപയോഗിക്കാൻ അദ്ദേഹം രംഗത്ത് വന്നു. ഇതുകൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തെയും കൂട്ടരെയും എടുത്തു പുറത്തിട്ട്. എന്നിട്ട് സമസ്തക്ക് എന്തോ കോട്ടം പറ്റിയോ? പൂർവോപരി ശക്തി പ്രാപിച്ചുകൊണ്ട് സമസ്ത മുന്നേറുന്നു. സമസ്തയും ലീഗുമായുള്ള ബന്ധം മുന്നോട്ട് പോകുന്നു. ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന നിലപാടും അതുതന്നെയാണ് ഇവിടെ തുടരുന്നതും. സമസ്തയിലുള്ള ഒരു കുട്ടിക്കും മുസ്ലിം ലീഗിനോടൊരു വിരോധവുമില്ല. മുസ്ലിം ലീഗിന് ഇവിടെ നിലനിൽക്കേണ്ടതല്ല എന്നൊരു അഭിപ്രായം പറയുന്നവർ ആരും സമസ്തയിൽ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാം. എന്നാൽ ഇന്ന് ചില ആളുകൾ എല്ലായിടത്തും വർണ്ണം ഉണ്ടാവണമല്ലോ, ഇല്ലെങ്കിൽ അവിടെ ഈച്ചയ്ക്കിരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പം ഇല്ലാത്തയിടത്തും ചില ഈച്ചകൾ വന്നിട്ട് ഇങ്ങനെ കുത്തി ഇതാക്കും. ആ ഒരു സംഗതി ഇപ്പോൾ നടന്നു വരുന്നത് വളരെ ഖേദകരമാണ്. എവിടെയും മുറിവുണ്ടായിട്ടില്ല, എവിടെ ഈച്ച ഇരുന്നിട്ടുമില്ല. എന്നാലും അതിനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് തോന്നുകയാണ്. പാവപ്പെട്ട സാധാരണക്കാരിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഈ പ്രവൃത്തിക്ക് സാധിക്കുന്നുണ്ട്. അതിനെ കൂട്ടമായ ചെറുക്കൽ വേണം. ആ കാര്യത്തിലൊരു സംശയമില്ല. മുസ്ലിം ലീഗിന് ഇവിടെ എതിരല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമസ്ത ഒരു പ്രമേയം പാസ്സാക്കി. ആ പ്രമേയം അപ്പടി ഇവിടെ പാസ്സാക്കിയ മുസ്ലിം ലീഗാണ്. ശരീഅത്ത് നിയമത്തിനെതിരെ കൊഞ്ഞനം കാട്ടിയവരെ നിലക്ക് നിർത്തിയ മുസ്ലിം ലീഗാണ്. സമസ്തയാണ് ദീൻ കാര്യങ്ങൾ പറയേണ്ടത്, അത് നടപ്പാക്കേണ്ടത് മുസ്ലിം ലീഗാണ്. അപ്പോഴാണ് സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സലുഹ സലുഹന്നാസു കുല്ലുഹും വൈദാ ഫസദന്നാസു കുല്ലുഹും. എൻ്റെ സമുദായത്തിൽ രണ്ട് വിഭാഗം ആളുകൾ, അവർ നന്നായാൽ, നല്ല നിലയ്ക്ക് ഇതിനെ നയിച്ചാൽ സമുദായം നന്നായി, അവർ വഴിപേച്ചാൽ സമുദായം വെടക്കായി എന്ന് പറയുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിലനിൽക്കുന്ന രണ്ട് സിൻഫ് എന്ന് പറയുന്ന, രണ്ട് വിഭാഗം എന്ന് പറയുന്ന അൽ ഉലമാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ, ഒരു ഉമറാ മുസ്ലിം ലീഗ്, കുഴപ്പമില്ല. പക്ഷെ സമസ്ത ഒരു രാഷ്ട്രീയ മേഖലയിൽ ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കൂല. അതതിൻ്റെ ഈ മതേതര രാഷ്ട്രത്തിൽ അതിൻ്റെ സൽപ്പേരിന് മറ്റൊരു രൂപമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായി പോകും എന്നതുകൊണ്ടാണ് ഇറങ്ങി കൊടി പിടിച്ച് ജാഥയിൽ പോകുന്ന പ്രവർത്തനം സമസ്തക്കാർ ചെയ്യില്ല. അത് അതിൻ്റെതായ ആളുകൾ ചെയ്യുക. അത് വിരോധമായിട്ടല്ലല്ലോ, അത് വിരോധമല്ല, അത് അതിൻ്റെ സ്റ്റാറ്റസ് അതാണ്. കാണേണ്ടവർ അങ്ങനെയാണ് കാണേണ്ടത്. പിന്നെ മുസ്ലിം ലീഗിലായാലും എവിടെയായാലും സമസ്തയിലായാലും ഈ ആദർശങ്ങൾക്കും ഒരുമക്കും എതിരായി പ്രവർത്തിക്കുന്നവർ പുറത്തു പോകണം. അതാണ് സമസ്ത കാണിച്ചത്. സമസ്ത കാണിച്ച അതാ. സുലൈമാൻ സേട്ട് സാഹിബ് അദ്ദേഹം
മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളും അതിൻ്റെ വിശ്വാസിയുമായിരുന്നെങ്കിലും പട്ടിക്കാട് ജാമിയ നൂരിയയുടെ എല്ലാ സമ്മേളനങ്ങളും അദ്ദേഹം വരാറുണ്ട്. വാഫി തങ്ങളെ കാലത്തെ അദ്ദേഹത്തെ കൊണ്ടുവരാറുണ്ട്. അദ്ദേഹം പിന്നീട് ഒരു കാലത്ത് വരാതായി. അതെപ്പോഴാ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമസ്ത അദ്ദേഹത്തെ നിരാകരിച്ചു. എപ്പോഴേ? അദ്ദേഹം ലീഗിൽ നിന്ന് പുറത്തായപ്പോൾ. അങ്ങനെ പല ആളുകളുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് ആളുകളെ നമുക്ക് നിരത്താൻ കഴിയും. ലീഗ് വിരോധമായതിൻ്റെ മേലിൽ സമസ്ത ഒഴിവാക്കുകയും എന്നാൽ സമസ്ത വിരോധമായതിൻ്റെ പേരിൽ ലീഗ് ഒഴിവാക്കുകയും ചെയ്ത സംഭവങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനിയാണ് നമ്മളവിടെ പരിശോധിക്കേണ്ടത്. ഈ അടുത്ത കാലത്തായിട്ട് ഈ പോക്കിന്, ഈ നിലപാടുകൾക്കും എവിടെയാണ് മാറ്റം എന്ന് പരിശോധിക്കണം. അതിന് മാറ്റം വരുത്തുന്നത് ആരാണോ അവർ ആണ് അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്, അല്ലേ? ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതൊക്കെ പറയുമ്പം മറ്റൊരു കോണിൽ കൂടെ അതിനെ കുത്തിക്കാണാൻ ശ്രമിക്കുന്നവരെ ഇടങ്ങേറുകൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ അതൊക്കെ പറയാതിരിക്കുന്നത്. ഇന്ന് ശരീഅത്തിനെ വെല്ലുവിളിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അവിടെയൊക്കെ ലീഗിൻ്റെ ചോട്ടാ നേതാക്കളൊക്കെ ഞാൻ പറയുന്ന തങ്ങന്മാരൊന്നും അല്ലാത്ത അതിൻ്റെ കീഴിലുള്ള ആളുകൾ, അവരുടെയൊക്കെ നിലപാട് എന്താണെന്ന്, ആ നിലപാടിനെ സമസ്ത വിമർശിക്കുമ്പോൾ അതിനെ വിമർശിക്കാൻ മുൻ ചരിത്രം അനുസരിച്ചുകൊണ്ട് ലീഗ് കൂടെ ഉണ്ടാകണം. എന്നാൽ അങ്ങനെ പൂർണ്ണമായിട്ട് ഇന്ന് ലീഗ് സമസ്തയുടെ നിലപാടിൻ്റെ പിന്നാലെയുണ്ടോ? പരിശോധന നടത്താനാണ് ഞാൻ പറയുന്നത്. ഞാൻ ആളെയും കയറൊന്നും പറയുന്നില്ല. ഇല്ലാത്ത പല രംഗങ്ങളും ഇല്ലേ? അവാന്തര വിഭാഗങ്ങളുള്ള ഈ മുസ്ലിം ലീഗിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആദർശ പ്രചരണത്തിന് വേണ്ടി സംഘടന ഉപയോഗിക്കുമ്പോൾ സമസ്തയ്ക്ക് വേദന ഉണ്ടാവില്ലേ? അങ്ങനെ രംഗങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതിനെ സമസ്തയിലെ ചില ആളുകളൊക്കെ ചൂണ്ടിക്കാണിക്കും. അതാണ് സമസ്തയിൽ ലീഗ് വിരോധികളുണ്ടെന്ന് പറയുന്നത്. ലീഗ് വിരോധമല്ല. എല്ലാവർക്കും മനസ്സിലായാലും സംഗതി ഇത് ലീഗ് വിരോധമാണോ? ആദർശം ഞാൻ നേരത്തെ പറഞ്ഞു, മൊയ്തു പടിയത്തിൻ്റെ ലേഖനം വന്നപ്പം അതിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ മുസ്ലിം ലീഗ് അതിനെ ശക്തമായി സമസ്തയുടെ മുന്നിൽ അതിന് ഇറങ്ങാൻ തയ്യാറായി. അതേ സമയത്ത് മുത്തലാഖ് ഇവിടെ വന്നു. MSF ഒരു പെണ്ണുണ്ടല്ലോ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത്, അവൾക്ക് വല്ല സ്ഥാനം കുറഞ്ഞോ? അവൾ മുത്തലാഖ് നിരോധിക്കണമെന്ന് പറയുന്നവളാ. അങ്ങനെ വേറെ ചില ആൾക്കാരൊക്കെ പല നിലക്കുണ്ട്. സുന്നത്ത് ജമാഅത്തിനെതിരായുള്ള ആദർശങ്ങൾ ഉറക്കെ പൊക്കിപ്പിടിച്ച് പറയുന്നവരുണ്ട്. അതെന്തിനാ ലീഗുകാർ കൈകാര്യം ചെയ്യുന്നത്? ലീഗ് എന്തിന് സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരുള്ള ആദർശങ്ങൾക്ക് പ്രചോദനം നൽകുന്നത്? ഇങ്ങനെ ഒരുപാട് രംഗങ്ങളില്ലേ? ഓരോന്നോരോന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാ. മുജാഹിദിൻ്റെ സമ്മേളനത്തിൽ, കൂരിയാട് നടന്ന സമ്മേളനത്തിൽ പോകരുതെന്ന് സമസ്ത മുഷാവറ പ്രത്യേകം യോഗം ചേർന്ന് നിർദ്ദേശിച്ചു. 2 തങ്ങന്മാർ കുട്ടികളോട്. പാണക്കാട്ടെ കുട്ടികളെന്ന നിലക്കാണ്. വേറെ ഇപ്പോൾ മുജാഹിദ് സമ്മേളനത്തിന് പോകണമല്ലോ, വേറെ കുറേ ആളില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ പേരിൽ സമസ്ത നടക്കാറില്ലല്ലോ. പാണക്കാട് ഈ കുടുംബത്തിനുള്ള ഈ പോരിശ നിലനിൽക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതോടുകൂടെ സമസ്തയുടെ സംഘടനകൾ പല കീഴ്ഘടകങ്ങളിലും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുമാണ്. പല മഹല്ലുകളിലെ കാളിമാരാണ്. ഇതുകൊണ്ടാണ് സമസ്ത അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്, പോവരുത്. അത് പാണക്കാട് പാരമ്പര്യത്തിനും മുസ്ലിം ലീഗ് പാരമ്പര്യത്തിനും സമസ്ത പാരമ്പര്യത്തിനൊക്കെ എതിരാണ്. മുസ്ലിം ലീഗിലെ ഉന്നതന്മാരായ ഞാൻ പറഞ്ഞ ബാഫക്കി തങ്ങൾ, പൂക്കോയത്തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഇവരാരെങ്കിലും സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരുള്ള ഏതെങ്കിലും സ്റ്റേജ് പങ്കിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണല്ലോ അതിന് പാരമ്പര്യം. പങ്കിടരുത്. അവർ സമസ്തക്കാരാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അക്കീദയാണ്. മുസ്ലിം ലീഗിൻ്റെ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടാം.
എന്നാൽ പാണക്കാട് തങ്ങന്മാർ അവരുടെ യോഗത്തിൽ പോകരുത്. അവർ വീട്ടിൽ കല്യാണത്തിന് പോവാ, ആദർശ പ്രചരണമല്ലല്ലോ അത്. സമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിൻ്റെ ആദർശ പ്രചരണമല്ലേ. ഒരു സുന്നിക്ക് എങ്ങനെ അതിൻ്റെ എതിരായ ഒരു ആദർശ പ്രചരണത്തിൽ പങ്കെടുക്കാൻ സാധിക്കാം? ഞാനൊരു മറ്റൊരു സംഭവം കൂടി പറയാം. ബഹുമാനപ്പെട്ട ബാഫി തങ്ങൾ 1972 ഞാനന്ന് പട്ടിക്കാട് പഠിക്കുക, ഹജ്ജിന് പോവാണ് അദ്ദേഹം. ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ 100 ഉലമ വിദ്യാർത്ഥി സമാജം ഒരു യാത്രയപ്പ് കൊടുത്തു. അതിൽ പലപ്പോഴും തങ്ങൾ അവിടെ കമ്മിറ്റി യോഗത്തിന് വന്ന കുട്ടികളെ വിളിച്ചു കൂട്ടി ഉപദേശം തരാറുണ്ട്. നല്ല ഉപദേശമായിരിക്കും. ഒന്നാമത് ആ വേഷം, നടപടി, സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തങ്ങളുടെ ഉപദേശം തങ്ങളുടെ ജീവിതത്തിൽ നടത്തിയെടുത്ത് നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് നമുക്കത് സ്വീകാര്യത ലഭിച്ചു. വെറുതെ പറഞ്ഞു പോകുന്നതല്ല. അതിൽ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു, ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിറഞ്ഞു പ്രവർത്തിക്കുന്നത് കൊണ്ട് എനിക്ക് ചിലപ്പം എന്നെ വളരെ മാനസികമായ വിഷമുണ്ടാക്കുന്ന രംഗങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ അഖീദയ്ക്ക് യോജിക്കാത്ത പലതുമായി ബന്ധപ്പെടേണ്ടി വരുമ്പം എൻ്റെ മനസ്സിൽ സംഘർഷം ഉണ്ടാവാറുണ്ട്. അതിലൊന്നാണ് സർവമത സമ്മേളനങ്ങളുണ്ടാവും. സർവമത സമ്മേളനം എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഇപ്പം സാധാരണ നടക്കുന്നതാ. എന്നാൽ തങ്ങൾ അലട്ടിയ പ്രശ്നം, അതിൽ അവനാന് പറ്റിയത് പറഞ്ഞു പോന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ തങ്ങളതിന് ചിന്തിച്ചത്, നമ്മളവിടെ സ്റ്റേജിൽ ഇരിക്കുമ്പം നമുക്ക് എതിരായുള്ള മതം, ഏകദൈവ വിശ്വാസമാണല്ലോ അടിസ്ഥാനം, ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. മറ്റു പല മതങ്ങളും ബഹുദൈവ ആരാധനയിൽ വിശ്വസിക്കുന്നവരാണ്. അവരുടേതായിരിക്കുന്ന മതത്തെ പുകഴ്ത്തി പറയുമ്പം ആ ബഹുദൈവ ആരാധനയെ നമ്മളും മിണ്ടാതെ അംഗീകരിക്കേണ്ടി വരുമല്ലോ, എതിർക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയുള്ള ചില മാനസിക സംഘർഷങ്ങൾ എനിക്കുണ്ടാവാറുണ്ട്. ആ ഒരു അവസരത്തിലാണ് ഞാനിപ്പോൾ ഓർക്കുകയാണെന്ന് പറഞ്ഞ് തങ്ങൾ പറഞ്ഞു, ഇതുപോലെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. എൻ്റെ മനസ്സിങ്ങനെ ഇടുങ്ങിക്കൊണ്ടിരുന്നു. അതായത് ഞാനെന്ത് ചെയ്യണം എന്നുള്ളത്. എൻ്റെ മനസ്സ് അവസാനം പറഞ്ഞു, നിങ്ങൾ സ്ഥലം വിടണം വിടുന്നു. കാരണം അതിൽ പങ്കെടുക്കേണ്ടതാണ്. കാരണം പങ്കെടുക്കൂല, മതേതര സംഘത്തിൽ പങ്കെടുക്കൂല തങ്ങളെപ്പോലെ തന്നെ എല്ലാവരും പറയാൻ പറ്റൂല. എല്ലാ മതങ്ങളെയും അംഗീകരിക്കണം എന്നൊക്കെയല്ല ഒന്ന് പറയേണ്ടത്. എന്നാൽ തങ്ങൾ അന്ന് 2 ദിവസം മുമ്പ് മദ്രാസിലേക്ക് പോയി. എന്തോ ചെറിയൊരു കാര്യമുണ്ട്. പ്രധാനമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നതിനൊരു ഉതിറ് പറയാൻ വേണ്ടിയിട്ടാണ് പോയത് എന്ന് തങ്ങൾ ഞങ്ങളോട് പറയുകയുണ്ടായി. ഇതിന് വർഗീയമായിട്ടൊന്നും ആരും കാണണ്ട. അതൊരു വിശ്വാസിയുടെ മനസ്സിലുള്ള ഈമാനാണ്. അപ്പം ഞാൻ സ്ഥലം വിട്ടു, സുഖമില്ലാതെ ചികിത്സക്കാണെന്ന ഒരു വ്യാജേന ഞാൻ എന്താക്കി, സ്ഥലം വിട്ടു എന്ന് പറഞ്ഞു. ഇതാണ് ആ മനുഷ്യൻ്റെ ഈമാൻ. ഈ നിലക്ക് ചിന്തിക്കുന്ന ആളുകൾ നേതൃത്വം നൽകുകയും പടച്ചുണ്ടാക്കുകയും ചെയ്ത ലീഗാണ്. ആ ലീഗിൻ്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവർ അവർ ഈ ബോധം വേണം, ചരിത്രം പഠിക്കണം. അതാണ് ഒല്ലാശ്ശേരി സുഹൃത്ത് പറയുന്നത്, ചരിത്രം പഠിക്കാൻ പറയുന്നത്. അതിനോട് ഒരല്പമെങ്കിലും കൂറ് കാണിക്കണം ഇത്തരം സ്വഭാവങ്ങളോട്. അല്ലാത്തവർക്ക് അതിൽ സ്ഥാനം ഉണ്ടാവരുത്. അവരെ തെറിപ്പിക്കണം, എത്ര ഉന്നതന്മാരാണെങ്കിലും. നടപടിയെടുത്തില്ല. 2 തങ്ങൾ കുട്ടികൾ പോയി. അവർ ചെറുപ്പക്കാരാണ്, അത്ര അവർക്ക് അതിനെ സംബന്ധിച്ച് ബോധമുള്ളൂ. പാണക്കാടിൻ്റെ മഹത്വം എന്താണെന്ന് പോലും അവർക്കറിയില്ല. എന്നാൽ അറിയുന്നവരില്ലേ, തിരുത്തണ്ടേ? എന്നാൽ അതിന് ശേഷവും പിന്നെയും നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സലഫി സമ്മേളനത്തിൽ അതിൻ്റെ ഉദ്ഘാടകനായിട്ടും മുഖ്യപ്രാസംഗികനായിട്ടും ഒക്കെ ഇതേ തങ്ങൾ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് സമസ്തയുടെ കീഴ്ഘടകങ്ങളിലും അതിൻ്റെ പരിപാടികളിലും ഉന്നത സ്ഥാനത്തേക്ക് അയാൾ ഉയർത്തപ്പെടുകയാണ്. വേദന ഉണ്ടാക്കൂലേ? ഇത് പറയണ്ടേ? ഇത് പറയുന്നവരെത്താ തെറ്റ്, ചെയ്യുന്നവരെത്താ തെറ്റ്, ആർക്കും ഒന്നും തിരിയുന്നില്ല. എല്ലാവരും കൂടി ഒന്ന് കൂട്ടായിട്ട് ചിന്തിക്കി. ഇവിടെ വളർന്നു വരുന്ന നമ്മുടെ SKSF പോലെയുള്ള പ്രവർത്തകരുണ്ട്. അവരുടെ മുമ്പിൽ നല്ല പാഠങ്ങൾ നൽകണ്ടേ നമ്മൾ? അവർ ചോദിക്കുന്ന ഇതെന്താപ്പാ കാണുന്നത്?
അതിനെ എതിർത്ത് സംസാരിച്ചവർ പുറത്ത്. ആ ഭാഗത്ത് ഇനിയും തുടർന്ന് തെറ്റുകൾ ആവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം. മഹല്ല് ഫെഡറേഷൻ്റെ ഒരു സമ്മേളനം കഴിഞ്ഞു, ഉമറാസ് കോൺഫറൻസ്. എന്താ ഉമറാ കോൺഫറൻസ്? ഉമറാ കോൺഫറൻസ് എന്ന് പറയുന്നത് തന്നെ ഇതാണ്, ഏത് ലീഗും സമസ്തയും തമ്മിലിപ്പം വിരോധമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ലീഗിനെ എതിർക്കുന്ന കുറച്ച് ആൾക്കാർ സമസ്തയിലുണ്ട്, അവർക്ക് അവരെ നമുക്കൊന്ന് ഒരു ഇരുത്തണം എന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആ കോൺഫറൻസിന് മൊത്തം ആക്ഷേപിക്കുകയല്ല, അങ്ങനെയുള്ള കോൺഫറൻസുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതിൻ്റെയൊക്കെ സംഘാടനത്തിൻ്റെ ഏക ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് പറയാൻ ഒരു ലീഗ് പ്രാസംഗികനെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ആരോടൊന്നും എതിർപ്പില്ല, ആര് പറഞ്ഞാലും എതിർപ്പില്ല. വിഷയം അതൊന്നും ഇല്ലല്ലോ ഇവിടെ. എല്ലാത്തിനും വിഷയം എന്തിനാണ് നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നത്? വിഷയം വിഷയാധിഷ്ഠിതമാണ്. ഒരു പാർട്ടിയോടൊന്നും മുസ്ലിം ലീഗിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും അല്ലാത്തവർ സമസ്തയിലില്ല. ഓരോരുത്തരെ നാട്ടിൽ പോയി അന്വേഷിച്ച് നോക്കി. ഹമീദ് ഫൈസി, സത്താർ പന്തല്ലൂർ, ഉമ്മർ ഫൈസി, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇതാണല്ലോ ഇപ്പോൾ ചിന്ത. ഇവർ പറയും എന്ത് പറയും? മുജാഹിദ് സമ്മേളനത്തിൽ പാണക്കാട് കുട്ടികൾ പോകാൻ പാടില്ല, തെറ്റാണെന്ന് പറയും. ഇസ്ലാമിനെ വികലമാക്കുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെടുന്ന ആദർശവുമായി നടക്കുന്ന ആളുകളെ മുസ്ലിം ലീഗിൽ പൊറുപ്പിക്കാൻ പാടില്ല. സമസ്തയിൽ ലീഗ് വിരോധം വെച്ച് നിൽക്കുന്നവരെ പൊറുപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ അങ്ങോട്ടും പറയും. രണ്ടിൻ്റെയും ബന്ധം ഉലക്കുന്ന ഈ കൂട്ടരെ പിടിച്ച് പുറത്തിടണം. അതിലാർക്കും സംശയമല്ല. അത് ഉമ്മർ ഫൈസി ആണെങ്കിലും ഹമീദ് ഫൈസി ആണെങ്കിലും സത്താർ മന്ദലൂരാണെങ്കിലും മുസ്തഫ മാസ്റ്റർ ആണെങ്കിലും കൂടത്തായി ആണെങ്കിലും ഒക്കെ തന്നെ അതിലാർക്കും അഭിപ്രായക്കേടില്ല. അപ്പോൾ ഇതാണ് നേതാക്കൾ ആലോചിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഈ പോക്കിന് വളം വെച്ച് കൊടുത്തുകൊണ്ട് ഓരോ കോൺഫറൻസുകൾ ഉണ്ടാക്കിയാൽ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് തിരിഞ്ഞില്ലെങ്കിലും ജനങ്ങൾ ഇതൊക്കെ തിരിയുന്നുണ്ട്. അതുകൊണ്ട് റൂട്ടിൽ പോവുക. ഈ സംഘടനകൾ എന്തൊരു ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയോ ആ ഉദ്ദേശ ലക്ഷ്യം കൈവിടാതെ ആ റൂട്ടിൽ സഞ്ചരിക്കാൻ എല്ലാവരും തയ്യാറാവുക. അല്ലാത്തതൊക്കെ വിമർശിക്കപ്പെടും. അതിന് മറ്റൊരു നിലക്ക് വ്യാഖ്യാനിച്ചത് കൊണ്ട് കാര്യമില്ല. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.